കുഞ്ഞാറ്റ. രശ്മി കുറെ കരഞ്ഞു. അന്നു രക്ഷിതാക്കളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങി. അവളൊരു വാശിക്കാരിയാണ്. എന്തിനും ഏതിനും അവൾക്ക് ഒരഭിപ്രായമുണ്ടാകും. അത് എല്ലാവരും അംഗീകരിക്കണം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു പോയി കിടക്കും. രശ്മി അവരുടെ ഏക മകളാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞു പ്രസവിച്ചതാണ്. അമ്പലങ്ങളും അറിയപ്പെടുന്ന മിക്ക ഡോക്ടർമാരെയും കണ്ടു അവരുടെയെല്ലാം ചികിത്സകൾ നടത്തി ഫലമൊന്നുമില്ലാതിരിക്കുമ്പോൾ ഇനി കുട്ടികളില്ലെങ്കിൽ വേണ്ട എന്നും കരുസ്തിയിരിക്കുമ്പോൾ ഒരു ദിവസം ഭാര്യയ്ക്ക് രാവിലെ മുതൽ ചെറിയ ഒക്കാനം, തലേ ദിവസം രാത്രി ഷവർമ കഴിച്ചത് പിടിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി ചേട്ടനെക്കൊണ്ട് പുറം തടവി കൊണ്ടിരിക്കുമ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഇപ്രാവശ്യം ആർത്തവം വന്നിട്ടില്ല, ഇനി അത് ആകുമോ? അപ്പോൾ തന്നെ ഫാർമസിയിൽ നിന്ന് ടെസ്റ്റ് കിറ്റ് വാങ്ങിക്കാൻ വിട്ടു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 2 ലൈൻ കണ്ടയുടനെ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. രണ്ടുപേരും കുറെ നേരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്നു കരഞ്ഞു. പിന്നെ ചിരിക്കാൻ തുടങ്ങി. ഒക്കാനം എല്ലാം എവിടെയോ പോയി മറഞ്ഞു. സന്തോഷത്തിൽ അവർ ഫോൺ ചെയ്ത് ബന്ധുക്കളെയും സ്നേഹിതരെയും എല്ലാം വിളിച്ചറിയിച്ചു. കുറെ നാളുകൊണ്ട് അനുഭവിക്കുന്ന മാനസികവും ശാരീരിക വശതകളും സെക്കൻഡുകൾക്കുള്ളിൽ ഇല്ലാതായി. എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത്? മച്ചിയാണവൾ, ചേട്ടനെ നപുംസകം എന്നൊക്കെയാണ് ആൾക്കാർ വിളിച്ചിരുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ ആ ദിവസം തന്നെ ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ സന്തോഷം ഇരട്ടിയായി. വിശേഷം അറിഞ്ഞപ്പോൾ അമ്മ അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വന്നു. അവൾ പോയില്ല, കാരണം ചേട്ടനെ വിട്ടുപോകുവാൻ ഒരു മടി. ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പറഞ്ഞുവിട്ടു. അവളെ ഒരു രാജകുമാരിയെ പോലെയാണ് പരിചരിച്ചത്. അവൾക്ക് ആവശ്യമുള്ളത് എല്ലാം അവൾ ചോദിക്കാതെ തന്നെ വാങ്ങിക്കൊണ്ടുവരും. ഒരു ദിവസം രാത്രിയിൽ മസാല ദോശ തിന്നുവാനുള്ള ആഗ്രഹം വന്നപ്പോൾ രാത്രി 12 മണിക്ക് അത് വാങ്ങിക്കൊണ്ടുവന്നു. പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ചേട്ടനായിരുന്നു അവളെക്കാളും പേടി. സുഖപ്രസവമായിരുന്നു. കുട്ടിയെ നഴ്സ് കാണിച്ചു തന്നപ്പോൾ ഉണ്ടായ വികാരം ഒന്ന് വേറെ തന്നെയായിരുന്നു. ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ ചോറൂണ് നടത്താമെന്ന് ചേട്ടനാണ് നേർന്നത്. അവളാണ് രശ്മി എന്ന പേര് പറഞ്ഞത്. അതേ മോൾ ഞങ്ങൾക്കിടയിലേക്ക് ഒരു രശ്മി പോലെ പ്രകാശിച്ചു വന്നതാണ്. അവൾ ഞങ്ങൾക്കെല്ലാമായിരുന്നു. കുഞ്ഞാറ്റ എന്നു ചേട്ടൻ വിളിച്ചപ്പോൾ പിന്നെ അതായി അവളുടെ വിളിപ്പേര്. അവളെ ഞങ്ങൾ താഴത്തു വെക്കാതെയാണ് വളർത്തിയത്. രശ്മിയെ നഴ്സറിയിൽ ചേർത്തിയപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിടാൻ മടിച്ചിട്ട് ചേട്ടൻ 1 മാസം ലീവ് എടുത്ത് സ്കൂളിന്റെ മുന്നിൽ കാവലിരുന്നിരുന്നു. അത്രക്ക് അവളുമായിട്ട് ഉണ്ടായിരുന്നു ചേട്ടന്റെ സ്നേഹം. വർഷങ്ങൾ കുറെ പോയി. കഴിഞ്ഞ ദിവസം അവളുടെ 10ലെ പരീക്ഷ കഴിഞ്ഞു. മൃഗ ഡോക്ടർ ആകണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. അവളുടെ സഹജീവികളോട് ഉള്ള സ്നേഹം അത്രക്കുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞതല്ലേ ഒരു സിനിമ കാണണം എന്നവൾ പറഞ്ഞപ്പോൾ അത് തീരാദുരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ഓർത്തില്ല. ബസ് ഇറങ്ങി തിയേറ്ററിലേക്ക് കടക്കുന്ന കാവടത്തിനരികെ വെച്ചു എവിടെ നിന്നോ ഓടിവന്ന പട്ടി ഞങ്ങളുടെ എല്ലാമായിരുന്ന കുഞ്ഞാറ്റയെ കടിക്കുകയായിരുന്നു. ഒരു പട്ടി ഓടി വന്നു കടിച്ചപ്പോൾ അത്രക്ക് സീരിയസ് ആയിട്ടൊന്നും തോന്നിച്ചില്ല. കഴിഞ്ഞയാഴ്ച ചേട്ടനെ ഒരു പട്ടി കടിച്ചതാണോ? അത് കുത്തിവെച്ചു മാറിപ്പോയതാണ്. പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ഇപ്പോൾ, ശാസ്ത്രം പുരോഗമിച്ചല്ലോ എന്നായിരുന്നു വിശ്വാസം. മാത്രമല്ല നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ വന്നിട്ടും ആൾപ്പായമൊന്നും ഇല്ലാതെ നമ്മൾക്ക് രക്ഷ നേടുന്നതിനു കഴിയുന്നു. എന്നിട്ടും പട്ടി കടിച്ചാൽ ജീവൻ പോകുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. എന്റെ പൊന്നുമോളെ മാപ്പ്. അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞുകൂടായിരുന്നു പട്ടി കടിച്ചാൽ ഉണ്ടാകുന്ന ഇത്ര ഗൗരവം. ഞങ്ങളുടെ ചക്കരമുത്തിനെ എങ്ങനെ മറക്കാനാണ്? അവൾ തേങ്ങലോടെ വിലപിച്ചു. ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. ഭക്ഷണം മകളില്ലാതെ ഇറങ്ങുന്നില്ല. അവളില്ലാതെ ഈ വീട്ട് മുന്നോട്ടു പോകില്ല. ഞങ്ങളുടെ പോന്നോമാനയില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഞങ്ങളുടെ തങ്കകുടത്തിനെ കൊണ്ടുപോയ ദൈവങ്ങളെ, ഇനി ഞങ്ങൾക്ക് ദൈവങ്ങളില്ല. അവർ വിലപിച്ചുകൊണ്ടിരുന്നു. സ്റ്റോറി എസ് കെ വഡാക്കൻ.